ക്ഷേമ പെൻഷൻ 2025 ഒരുപാട് മാറ്റങ്ങളായാണ് ക്ഷേമ പെൻഷൻ 2025 വരുന്നത്. ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് മസ്റ്ററിങ് ആണ്. കൈകളിൽ സ്വീകരിക്കുന്ന എല്ലാവർക്കും മാസം കിട്ടണമെങ്കിൽ ഇനി ഫേസ് മസ്റ്ററിങ് പൂർത്തിയാക്കിയതിന് ശേഷമേ കയ്യിൽ ഇത് പെൻഷൻ വിതരണം തരുള്ളൂ. വാങ്ങിക്കുന്ന ആളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. പിന്നെ മൂന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇനി വീട് കയറി അന്വേഷണം ഉണ്ടാവും. അതുപോലെ മസ്റ്ററിങ് അത് സാധാ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതുപോലെ ചെയ്യണം. പിന്നെ ബാങ്കിൽ സ്വീകരിക്കുന്നവർക്ക് ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഈ ഫേസ് മസ്റ്ററിങ്ങോ ഒന്നും ബാധകമല്ല. അവർക്ക് വീട് കയറി അന്വേഷണം ഉണ്ടാവും, മാസവരുമാനം ചെക്ക് ചെയ്യും, അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ വിവാഹ 60 വയസ്സിന് മുകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കേണ്ട. പിന്നെ വിധവ പെൻഷൻ വാങ്ങുന്നവർക്ക് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും പിന്നെ അവരുടെ പഞ്ചായത്തിലെ മെമ്പറുടെ സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കണം. ഇതൊക്കെ ചില സർക്കാർ ഉദ്യോഗസ്ഥർ കാരണമാണ് സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വന്നത്. അർഹതപ്പെട്ട കുറേ ആൾക്കാർക്ക് ഈ നിയമം കാരണം പെൻഷൻ നഷ്ടപ്പെടാനും അതുപോലെ അർഹതപ്പെട്ട കൈകളിൽ ഇനി മുതൽ പെൻഷൻ എത്തിച്ചേരാനും കൂടുതൽ ചാൻസ് ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് മാസവരുമാനം 1 ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് ഇനി കിട്ടുള്ളൂ. മക്കളല്ലാണ്ട് സർക്കാർ ജോലിയുള്ള വികലാംഗന്മാർക്കൊന്നും ഇനി പെൻഷൻ കിട്ടില്ല. പിന്നെ 2.5 സ്ക്വയർ ഫീറ്റിലുള്ള വീട്, 2500 സ്ക്വയർ ഫീറ്റിലുള്ള വീട്, അതുപോലെ വീട്ടിൽ AC, 4 ചക്ര വാഹനം, പിന്നെ 2.5 ഏക്കർ സ്ഥലം, പിന്നെ വീട് മോഡിഫൈ ചെയ്താണ്, വീട്ടിൽ AC ഉണ്ടോ, അങ്ങനെ ഒട്ടേറെ നടപടികളാണ് ഇനി മുന്നോട്ട് വരുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ഒരു മാസം സർക്കാരിന് 900 കോടി രൂപയാണ് ഒരു മാസത്തെ 1600 രൂപ വിതരണം ചെയ്യാനും വേണ്ടത്. അന്നേരം 2 മാസത്തെ ആകുമ്പോൾ 1800 രൂപ വരും. ഇങ്ങനെ കുറേ പുതിയ പെൻഷൻ പട്ടികയിൽ നിന്ന് കുറേ പേര് പുറത്താകും എന്നുള്ള കാര്യം ഉറപ്പാണ്. സർക്കാരിന് കോടിക്കണക്കിന് ലാഭമാണ് വരാൻ പോകുന്നത്. അർഹതപ്പെട്ട കൈകളിൽ മാത്രമാണ് ഇനി ക്ഷേമ പെൻഷൻ കിട്ടുള്ളൂ. അർഹതയില്ലാത്തവർ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ ക്ഷേമ പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുക്കണം. ഇല്ലെങ്കിൽ സർക്കാർ തന്നെ കണ്ടുപിടിച്ചാൽ ക്യാൻസലാക്കി കഴിഞ്ഞാൽ പലിശ അടക്കം ഇതുവരെ വാങ്ങിച്ചുള്ള പെൻഷൻ തുക തിരിച്ച് അടയ്ക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, ഇവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാരിൻ്റെ പദ്ധതി. പിന്നെ ക്ഷേമ പെൻഷൻ ഈ ജനുവരി മാസത്തെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1800-1700 എത്തിച്ചേക്കാം. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ നല്ല നല്ല കമൻറ്റുകൾ ഇടുക, വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റുകൾ ഇടുക. അപ്പം നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സർക്കാരിന് ഈ ഇലക്ഷന് മുമ്പായിട്ട് എന്തായാലും പെൻഷൻ തുക കൂട്ടും, ഇല്ലെങ്കിൽ സർക്കാരിന് തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് സർക്കാരിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കുടിശ്ശിക തുക അടക്കം ഈ ഇലക്ഷന് മുമ്പായി തീർക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.
ബെല്ലൈക്കണോടെ തന്നെ